ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആരാ എന്താണെന്ന് പറഞ്ഞിട്ട് വേണ്ടേ വീഡിയോ. ശരിയാണ്, തീർച്ചയായിട്ടും സാങ്കത്യമുള്ള കമന്റ് ആയിരുന്നു. നന്ദി. ആഹ് അതായത് ഞാന് ഈ ഇൻഫോഡെമിക് എന്ന പേരില് കോവിഡ് സമയത്ത് ഈ ചാനൽ തുടങ്ങിയതാണ്. ഇൻഫോഡെമിക് എന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആ കാലത്ത് മിസ്ഇൻഫർമേഷനും ഫാൾസ് ഇൻഫർമേഷനും ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നതിന് അന്ന് കോയിൻ ചെയ്യപ്പെട്ട ഒരു വാക്കാണ് ഇൻഫോഡെമിക് എന്നുള്ളത്. അതായത് പാൻഡമിക് പോലെ അല്ലെങ്കിൽ എപ്പിഡമിക് പോലെ മിസ്ഇൻഫർമേഷൻ ഫാൾസ് ഇൻഫർമേഷൻസ് പരക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെ അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതാണ് ആ ചാനൽ അന്ന് പരിചയപ്പെടുത്തിയതൊക്കെയാണ്. പിന്നീട് ഇടയ്ക്കൊക്കെ വല്ല വീഡിയോ ചെയ്യുന്നുണ്ട്, നിന്ന് പോയിരുന്നു. അത് വീണ്ടും ആരംഭിച്ചപ്പോൾ വീണ്ടും പരിചയപ്പെടുത്താൻ വിട്ടുപോയതാണ്. പരിചയപ്പെടുത്തുന്നു. പ്രസാദ് അലക്സ് എന്നാണ് എന്റെ പേര്. ഞാൻ കെമിസ്ട്രി അധ്യാപകനാണ്. ബയോ ഇൻഫോർമാറ്റിക്സ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യം അല്പം പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രലേഖനങ്ങൾ എഴുതാറുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നന്ദി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ചാണ്. ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കളർ കോഡ് ഉണ്ട് എന്ന് കണ്ടിരുന്നു. ഗ്രീൻ, ബ്ലൂ, ഗ്രേ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ ഈ കളർ കോഡ് ഒരു ഈ ഊർജ വ്യവസായ രംഗത്തുള്ള ഒരു പൊതുധാരണയാണ്. അല്ലാതെ ഒരു സ്ട്രിക്റ്റ് റൂൾ ആരെങ്കിലും നിർമ്മിച്ച് അത് ഫോളോ ചെയ്യുന്ന നമ്മൾ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ ശാസ്ത്രനാമങ്ങൾ നൽകുമല്ലോ, അതുപോലെ നാമങ്ങളല്ല. ഹൈഡ്രജന് നിറമില്ല എന്നറിയാം, പക്ഷെ അത് അതിന്റെ ഉൽപാദന രീതി വേർതിരിച്ചറിയാൻ വേണ്ടി അത് എത്രത്തോളം പാരിസ്ഥിതിക ആഘാതമുണ്ട് എന്ന് അറിയാനുമാണ് കളർ കോഡ് കൊടുത്തിരിക്കുന്നത്. അതാണത്. ഇനി പിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആണവോർജ്ജം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈഡ്രജനെയാണ്, ജലം വിഘടിപ്പിച്ച് നിർമ്മിക്കുന്ന ഹൈഡ്രജനെയാണ് പിങ്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഒരു വകഭേദമൊക്കെ ഉണ്ട്. ഈ ഊർജ്ജ വ്യവസായത്തിൽ എത്തിയിട്ടുള്ള വകഭേദമാണ്. അതിലെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ ആണവോർജ്ജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് വൈദ്യുത വിശ്ലേഷണം ജലത്തെ നടത്തുകയാണെങ്കിൽ അതിന് തന്നെ പല മാർഗങ്ങളുണ്ട്. നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അതിനെ പിങ്ക് ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. ഇനി ആ ആണവോർജ്ജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന താപം അങ്ങനെ തന്നെ ഉപയോഗിച്ച് ജലത്തെ വിഘടിപ്പിക്കുന്നതാണെങ്കിൽ റെഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നു. ഇനി കെമിക്കൽ സൈക്കിൾ എന്ന് പറയും. അപ്പം ഈ താപവിഘടനം പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അത്. നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് മതി. നേരിട്ട് താപം ഉപയോഗിച്ച് വിഘടിക്കുന്ന ഇതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചെയ്യാം. മറ്റ് ഒരു സൈക്ലിക് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻ നടന്ന് അന്തിമ ഫലം ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആവുന്നതാവും. ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അവിടെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഉള്ള സൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയും, കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയും. അപ്പൊ അവിടെ ചില സൈക്കിളിന്റെ ഒരു സ്റ്റെപ്പിൽ ചിലപ്പോൾ വൈദ്യുത വിശ്ലേഷണം വേണ്ടി വരും. അപ്പൊ അതിനെ പർപ്പിൾ ഹൈഡ്രജൻ എന്ന് പറയും. അപ്പൊ പാർഷ്യൽ ഇലക്ട്രോളിസിസ് ഉള്ളതിനെ പർപ്പിൾ ഹൈഡ്രജൻ എന്ന് പറയും. പൊതുവെ പിങ്ക് എന്ന് പറയാം, ആണവോർജ്ജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിന്. അപ്പൊ നമ്മൾ പിങ്ക് ഹൈഡ്രജൻ ഈ സമയത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. തന്നെയുമല്ല, എനിക്കൊരു വീഡിയോ റെഫറൻസ് ഒരാള് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഈ പിങ്ക് ഹൈഡ്രജനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് വീഡിയോ ചെയ്തിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ലൈവ് പ്രോഗ്രാം മറ്റുമായിരുന്നു. രവിചന്ദ്രൻ അറിയപ്പെടുന്ന ഒരു നിരീശ്വര ഗ്രൂപ്പിന്റെ പ്രവർത്തകനാണ്, പ്രചാരകനാണ്. പല വിഷയങ്ങൾ സംസാരിക്കുന്ന ആളാണ്. ഞാൻ റെഫർ ചെയ്തിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഫാസ്റ്റ് ബ്രീഡർ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഒരു അണവ റിയാക്ടറാണ്, നമ്മുടെ കൽപ്പാക്കത്തുള്ള റിയാക്ടറാണ്. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പല വാർത്തകളിലും ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി അംഗീകരിക്കപ്പെട്ട പ്രയോഗം ഗ്രീൻ ഹൈഡ്രജൻ അല്ല. ഗ്രീൻ ഹൈഡ്രജൻ, കാരണം ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പ്രയോഗിക്കുന്നത്, അതിലേക്ക് വരാം, അതിന് ചില പ്രത്യേക നോംസ് ഒക്കെ ഉണ്ട്. കാർബൺ എമിഷൻ ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ. കാരണം അണവോർജത്തില് അസച്ച് കാർബൺ എമിഷൻ ഇല്ലല്ലോ. അപ്പൊ ഇന്ത്യ ഇതിലൊരു വലിയ നേട്ടമാണ് ഉണ്ടാക്കി, ഇന്ത്യ ഒരു മോഡലായി എന്നൊക്കെ പറഞ്ഞു അതേക്കുറിച്ച് വന്നു. കാരണം അണവോർജം ഇതിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഹൈഡ്രജൻ ഉൽപാദനത്തിന് അണവോർജം എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ താപമാണ്, അതിൽ നിന്നുണ്ടാകുന്ന താപം ഉപയോഗിച്ച് അത് ചെയ്യുന്ന ആണവ റിയാക്ടറുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. അതിൽ നിന്നുള്ള താപത്തെ ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവന്ന് സാധാരണ ഒരു അണവ റിയാക്ടറിൽ വൈദ്യുതി ഉൽപാദനത്തിലേക്ക് പോകുന്നതാണ്. അതിൽ കുറച്ച് താപം എങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ റിയാക്ഷന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് അതിന്റെ സാങ്കത്യം. അതാണ് ആ പറയുന്നത്. അപ്പോ ഈ റിയാക്ടറിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇങ്ങനെ ഉണ്ടാവും. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ അതിൽ പ്ലൂട്ടോണിയം ആണ് ഇന്ധനം. പ്ലൂട്ടോണിയം യുറേനിയം മിക്സ് ആണ് ഉപയോഗിക്കുക. അവിടെ
പ്ലൂട്ടോണിയം ഓക്സൈഡ് ഉപയോഗിക്കാം. തുടങ്ങിയത് നമ്മൾ കാർബൈഡിലായിരുന്നു അവിടെ തുടങ്ങിയത്. 1990-കളിൽ ഇതിന്റെ ഫസ്റ്റ് ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ അത് റിയാക്ടർ പ്രവർത്തിപ്പിച്ചു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. പ്രവർത്തിച്ചു. പിന്നെ ഇതില് ഈ അതിന്റെ ഒരു കവറിംഗ് ഉണ്ട്. അത് യുറേനിയത്തിന്റെ 238 എന്നുള്ള വകഭേദം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കവറിങ്. അതിനൊരു കാര്യമുണ്ട്, അതിലേക്ക് വരാം. പിന്നെ ഒരു അതിനെ ചുറ്റി ലിക്വിഡ് സോഡിയം എന്ന് പറയുന്ന വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള, അതൊക്കെ ഉപയോഗിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്, അപ്പൊ അതിലേക്ക് പോകുന്നില്ല. അത് ലിക്വിഫൈ ചെയ്ത് അവിടെയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സോഡിയം എന്ന് പറയുന്നത് വളരെ വേഗം റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. വായുവോ ഓക്സിജന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ എന്തോ ഉണ്ടായാൽ മതി, ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതി, അത് ആകെ റിയാക്ട് ചെയ്ത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത്ര, പ്രത്യേകിച്ച് ആ ചൂടിൽ. അപ്പൊ അത്ര ടെക്നോളജിക്കലായിട്ട് അത് ഇതിന്റെ കോണ്ടാക്ട് വരാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രസക്ത. അപ്പൊ അതിന്റെ ചേംബറൊക്കെ ആ നിലയിൽ ഉണ്ടാക്കിയിരിക്കും. ആ ലിക്വിഡ് സോഡിയം ഏതിനെ ചുറ്റുന്ന, റിയാക്ടറിനെ ചുറ്റുന്ന ലിക്വിഡ് സോഡിയം എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാ, വേറെ ഒരു ട്യൂബ് അതിലൂടെ, ഒരു സംവിധാനം അതിലൂടെ പോകുന്നുണ്ട്. അവിടെയാണ് ഇത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ച് അതും ലിക്വിഡ് സോഡിയം ആണ്. അപ്പൊ അതാണ് ഈ ട്യൂബിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ട്യൂബ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലിക്വിഡ് സോഡിയം, ട്യൂബ് എന്നൊക്കെ പറഞ്ഞ ഈ ചെറിയ ട്യൂബല്ല, വലിയ ഭീമാകാരന്മാരെ ട്യൂബ് ആയിരിക്കണം. അപ്പൊ അതിന്റെയൊക്കെ നിർമ്മാണത്തിൽ എത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവിടെ വാൽവൊക്കെ ഒട്ടും ലീക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ അത് കാരണം അത് വെള്ളത്തിലൂടെയാണ് പോകുന്നത്, നീരാവിയിലൂടെ. അവിടെ കാണുന്ന സോഡിയം ലീക്ക് ചെയ്താൽ എന്തുണ്ടാവും? അതാണ് അതിന്റെ വലിയ റിയാക്ഷൻ, പൊട്ടിത്തെറിച്ചു പോകും, അവിടെ പൊട്ടിത്തെറിക്കും. അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത്ര ടെക്നോളജി വളരെ സൂക്ഷ്മമായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് നീരാവിയാവും, അത് ടർബൈനിലേക്ക് പോകും. ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഈ നീരാവിയാകാം, ഇതിന് ഈ നീരാവി ഉണ്ടാകുന്ന ചേംബറിന് വേണമെങ്കിൽ മറ്റൊരു ഇത് കൊടുത്ത്, ട്യൂബ് കൊടുത്താൽ എന്ത് ചെയ്യുക, കുറച്ച് നീരാവി വേറൊരു വഴിക്ക് കൊണ്ടുപോകാമെങ്കിൽ എന്ന് വെച്ചാൽ, നീരാവി കൊണ്ടുപോകാന്ന് വെച്ചാൽ അതിലെന്താണ്, ഹീറ്റ് ടാപ്പ് ചെയ്യാന്നാണ്. നമ്മൾ ഹീറ്റ് ടാപ്പ് ചെയ്യുക, ആ ലൂപ്പിലൂടെ ഹീറ്റ് ടാപ്പ് ചെയ്യപ്പെടുന്നു. ഹീറ്റ് ടാപ്പ് ചെയ്യപ്പെട്ടാൽ അതിനെ നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യാനായിട്ട്, റിയാക്ഷനിൽ നടക്കുന്നിടത്ത് ചെന്ന് അത് ചൂടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഹീറ്റ് ടെമ്പറേച്ചർ ഇവിടെ എത്താവുന്ന ടെമ്പറേച്ചർ 500-550 ഡിഗ്രിയാണ്. നമ്മൾ 500 ഡിഗ്രിയുടെ താഴെ അവിടെ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇതിൽ ഹീറ്റ് ഡൈവേർട്ട് ചെയ്താൽ അവിടെ റിയാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റിയാക്ഷന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞ ലോ ടെമ്പറേച്ചർ എന്നാണ്. സാധാരണ ജലത്തെ നമ്മൾ കറ്റലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് വിഘടിപ്പിച്ചാലും എന്ത് വേണ്ടി വരും? കറ്റലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് വിഘടിപ്പിച്ചാലും ടെമ്പറേച്ചർ ഏതാണ്ട് 2000 ഡിഗ്രിയിൽ വേണം. അതാണ് അതിന്റെ ഒരു ത്രെഷോൾഡ് വാല്യൂ. ചില കറ്റാലിസ്റ്റ് ഒക്കെ കുറച്ചൊക്കെ കുറച്ച് കൊണ്ടുവരാം, 1500 1600 ഒക്കെ വരെ ചില കറ്റാലിസ്റ്റ് ഉപയോഗിച്ച് കൊണ്ടുവരാം. അത് അത്രയും ഊർജം കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, ഈ നിലയിൽ ചെയ്താൽ, ഈ കോപ്പർ ക്ലോറൈഡ് സൈക്കിൾ എന്നാണ് അവിടെ പറഞ്ഞത്, അതിൽ ചെയ്താൽ എന്ത് മതി, ഈ 500-ൽ താഴെ മതി. അതാണ് അതിന്റെ ഈ നമ്മൾ അറ്റൈൻ ചെയ്ത രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സംഭവം. ഇനി നമ്മൾ അവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതൊരു സ്റ്റേജ് ആണ്, പല സ്റ്റേജ് ആയിട്ടാണ് ഒരു റിയാക്ടർ കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ ഇപ്പൊ അതിന്റെ ഒരു സ്റ്റേജ് ആണ് ഏത്, ഈ ഹൈഡ്രജൻ ഉൽപാദനം. ബ്രീഡറിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ചു എന്നാണ്. ഒന്നാമത് ബ്രീഡർ എന്ന വാക്കിന് ഏതുമായിട്ട് ബന്ധമില്ല, ഹൈഡ്രജൻ ഉൽപാദനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെന്താണ്, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുവല്ലോ, ആ ബ്രീഡർ റിയാക്ടർ കണ്ടുവല്ലോ. ആ ബ്രീഡർ റിയാക്ടറിൽ എന്താണ്, യുറേനിയം 238-നെ എന്തായിട്ട് മാറ്റുന്നുണ്ട്, പ്ലൂട്ടോണിയം ആയിട്ട് മാറ്റുന്നുണ്ട്. അത് അവിടെ ഒരു കാര്യമുണ്ട്, സ്ലോ ന്യൂട്രോൺസും ഫാസ്റ്റ് ന്യൂട്രോൺസും ഈ റിയാക്ഷനുള്ളിൽ ഉണ്ടാകുന്നതാണ്. സ്ലോ ന്യൂട്രോൺസ് ആണ് പുതിയ ന്യൂക്ലിയയെ പിളർക്കാൻ കൂടുതൽ അനുയോജ്യം. ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്ന ഈ റിയാക്ടറിന്റെ ഏറ്റവും പുറത്ത് യുറേനിയം 238 ആണെന്ന് പറയുന്നത്. അതിൽ വന്നിട്ട് അതിനെ പ്ലൂട്ടോണിയം ആയിട്ട് മാറ്റും. അപ്പൊ അതാണ് എന്ത്, ഇത് ബ്രീഡർ റിയാക്ടർ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏതുമായിട്ട് ബന്ധമില്ല, ബ്രീഡർ എന്ന വാക്കിനോ ഫാസ്റ്റ് ബ്രീഡർ എന്ന വാക്കിനോ ഏതുമായിട്ട് ബന്ധമില്ല. നമ്മൾ കൊടുക്കുന്ന ആണവ ഇന്ധനത്തിനേക്കാൾ അധികം, ഉപയോഗിക്കുന്ന ആണവ ഇന്ധനത്തെക്കാൾ അധികം എന്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം, കൂടുതൽ ഇന്ധനം അതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ് അതിന് പ്രയോജനപ്പെടുന്നതും എന്നാണ്. അപ്പൊ ബ്രീഡർ എന്ന് പറയുന്നതും ഹൈഡ്രജനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വീഡിയോ കണ്ടാൽ അത് വ്യക്തമല്ല, അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കി എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി സ്റ്റീമിന്റെ ലൂപ്പ് എന്നൊക്കെ പറയുന്നത് മനസ്സിലായല്ലോ, അവിടെ നിന്ന് ഹീറ്റ് ടാപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി ജലത്തെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള 2 മാർഗം, ഇലക്ട്രോളിസിസും തെർമോകെമിക്കൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയാൻ നമുക്ക്. അതായത് ഹീറ്റ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത്,
അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പാർഷ്യലായി ഒരു ഇലക്ട്രോളിസിസും ഉണ്ട്. അപ്പൊ ഇതിനെ പർപ്പിൾ എന്നാണ് ആ നാമകരണ രീതിയിൽ ചെയ്യേണ്ടത്, പിങ്ക് എന്ന് വിളിക്കുന്നു. പക്ഷെ രവിചന്ദ്രൻ ഇവിടെ ഗ്രീൻ ആണ് ഇത് എന്ന് പറയുന്നു. ഗ്രീൻ എന്ന് പിന്നെ വേണമെങ്കിൽ എന്ത് പേര് വിളിക്കാം, അത് എമിഷൻ ഇല്ല എന്ന് പറയുന്നു. ഗ്രീനിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, എല്ലാവരും അംഗീകരിച്ച ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയണമെങ്കിൽ ആ പ്രോസസ്സിൽ കാർബൺ എമിഷൻ ഉണ്ടാകാൻ പാടില്ല. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിൽ കാർബൺ എമിഷൻ ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് എന്തും പാടില്ല, അതിനുപയോഗിക്കുന്ന ഊർജ സ്രോതസ്സും കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന ആവരുത് എന്നുള്ളതാണ്. ഇലക്ട്രോളിസിസ് ചെയ്ത് ഇതിനെ വിഘടിപ്പിക്കുന്ന അത് റിന്യൂവബിൾ എനർജി കൂടി ആയിരിക്കും. ആണവോർജം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി അല്ല, കാരണം ആണവ ഇന്ധനം തീർന്നു പോകുന്നതാണ്. ഏതായാലും യുറേനിയം ആണെങ്കിലും, യുറേനിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലൂട്ടോണിയം ആണെങ്കിലും, ഇനി തോറിയം ആണെങ്കിലും എന്ത് ചെയ്യാം, തോറിയത്തെ മാറ്റി എടുത്തൊക്കെ ഉപയോഗിച്ചാലും നമ്മുടെ ഒരു സ്ഥിര നിക്ഷേപമേ ഭൂമിയിലുള്ളൂ, അത് തീർന്നു പോകുന്നതാണ്. അപ്പൊ അത് റിന്യൂവബിൾ അല്ല. പക്ഷെ സണ്ണ് എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ എന്താണ് റിന്യൂവബിൾ. അപ്പൊ റിന്യൂവബിളിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ പ്രോസസ്സിൽ കാർബൺ എമിഷൻ പാടില്ല, അതിന് ഉപയോഗിക്കുന്ന ഊർജത്തിൽ കാർബൺ എമിഷൻ പാടില്ല, പിന്നെ എന്താണ്, അത് റിന്യൂവബിളും ആയിരിക്കണം, അപ്പോഴേ ഗ്രീൻ ആവുകയുള്ളൂ. അപ്പൊ ഗ്രീൻ വേണമെന്ന് വെച്ചാൽ എന്തും വിളിക്കാം എന്ന് പറഞ്ഞത് അതൊരു ശരിയായ പ്രയോഗമല്ല. എന്തും വിളിക്കാൻ പാടില്ല. അതിനെ പിങ്ക് ഹൈഡ്രജൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പർപ്പിൾ എന്ന് കുറച്ചുകൂടി പറയാം. ഗ്രീൻ ഹൈഡ്രജൻ അതിനെ വിളിക്കുന്നത്, കാരണം അത് റിന്യൂവബിൾ എനർജി അല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കൺസെൻസസ് ഉള്ളപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണ്ടേ. അപ്പൊ അതാണ് അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജന്റെ ഉപയോഗത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഹൈഡ്രജന്റെ ഊർജ്ജം ഒന്നുകിൽ അങ്ങനെ തന്നെ എടുക്കാം, എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബേൺ ചെയ്ത് താപം പുറത്തേക്ക് വരും, അത് അങ്ങനെ തന്നെ എടുക്കാം. അതിന് ചില അറ്റംപ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്, റിസർച്ചസ് ഒക്കെ ഉണ്ട്. അത് കൺട്രോൾഡായിട്ട് ഹൈഡ്രജൻ ബേൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിലൊക്കെ ലാബിലൊക്കെ അതിങ്ങനെ പൊട്ടിച്ചൊക്കെ കാണിക്കാം. വലിയ അളവിൽ അത് നിയന്ത്രണ വിധേയമായി ചെയ്യുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് ധാരാളം റിസർച്ച് നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. റിസർച്ച് വളരെ പ്രാഥമികമായ റിസർച്ച് സ്റ്റേജിലാണ്. അങ്ങനെ എടുക്കുന്നില്ല. എന്താണ് ഫ്യൂവൽ സെൽ എന്ന് വിളിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതിലൊരു ഇൻഡയറക്റ്റ് റിയാക്ഷൻ ആണ്. ഫ്യൂവൽ സെൽ ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ ഈ ട്രെയിനൊക്കെ ഓടിയില്ലേ, ഫ്യൂവൽ സെൽ ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഹൈഡ്രജൻ ബേൺ ചെയ്യുന്ന റിയാക്ഷനെ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഇൻഡയറക്റ്റ് ആയി ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ഉപയുക്തമാക്കിയിട്ടുള്ളൂ, മറ്റേതൊന്നും ഉപയുക്തമാക്കിയിട്ടില്ല. നേരിട്ടെടുക്കുന്ന പരിപാടി, ഗവേഷണമൊക്കെ കുറച്ച് നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു പരിപാടി ഇല്ല ഹൈഡ്രജന്റെ കാര്യത്തിൽ. ഇപ്പോ നമുക്ക് നിലവിലില്ല എന്ന് പറയാം. ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു ടെക്നോളജിയാണ്. അതിന് പല കാരണങ്ങളുണ്ട് ഡിഫിക്കൽട്ട് ആവാൻ. ഈ ഫ്യൂവൽ സെല്ലിന് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിലേക്ക് പിന്നീട് ഒരിക്കൽ വരാമെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഈ റിയാക്ടർ അത് പല ഘട്ടങ്ങളായി പല സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കോപ്പർ ക്ലോറൈഡ് സൈക്കിൾ ആണ് അതൊക്കെ. അവിടെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇതിന്റെ 3 സ്റ്റേജ് ഉണ്ട്. നമ്മുടെ ആണവ പദ്ധതിയുടെ 3 സ്റ്റേജസ് ഉണ്ട്. അല്ലാതെ ഇത് ഒരു സംഗതി ഒരിടത്ത് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും അല്ല. ആ വാർത്തകളിലൊക്കെ സ്റ്റേജസ് എന്ന് പറയും. ഇന്ത്യയുടെ 2ാം ഘട്ടമാണ് ഇത്, 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നൊക്കെ പറയുന്നത് വേറെ കാര്യമാണ്. നമുക്ക് അതൊന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ 2ാം ഘട്ടം 3ാം ഘട്ടം എന്നൊക്കെ പറയുന്നത്? അതല്ലാതെ ഒരു സ്ഥലത്തെ റിയാക്ടറിന്റെ തന്നെ പല സ്റ്റേജസ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും അല്ല സ്റ്റേജസ്. ന്യൂക്ലിയർ നമ്മുടെ ആണവ പദ്ധതിക്ക് 3 സ്റ്റേജസ് ആയിട്ടാണ് ഇത് തുടങ്ങിയ കാലത്ത് തന്നെ ഹോമി ജെ ബാബ എൻവിസേജ് ചെയ്ത പദ്ധതിയാണിത്. അതിന്റെ ഗവേഷണവും അതിലേക്കുള്ള ഒരു കാൽവയ്പുമാണ്. അത് ജവഹർലാൽ നെഹ്റുവും ഹോമി ജെ ബാബയും കൂടെയാണ് അത് തുടങ്ങിയത് കേട്ടോ, മറ്റാരുമല്ല. കാരണം സയൻസ് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിട്ടുള്ള ഈ ബാബായും സാരാഭായും പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ ആയിരുന്നു. എന്തുവാകട്ടെ, ഇത് 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യുറേനിയം ബേസ്ഡ് റിയാക്ടർ ആണ്. യുറേനിയം ബേസ്ഡ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന റിയാക്ടർ ആണ്. കംപ്രസ്ഡ് ഹെവി വാട്ടർ, ഹൈ പ്രഷർ ഹെവി വാട്ടർ എന്നൊക്കെ പറയും. ഹെവി വാട്ടറിന് അവിടെ പല റോളുണ്ട്. ഒന്ന് മോഡറേറ്റർ എന്ന് പറയും, ഒന്ന് കൂളന്റ് എന്നൊക്കെ പറയും. കൂളന്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അതെന്തോ ആയിക്കോട്ടെ. അവിടെ എന്തുണ്ടാവും, ഈ യുറേനിയം ഉപയോഗിക്കുന്ന ഒരു എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയത്തിൽ 3.5% അല്പം അധികമൊക്കെ മതി നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. യുറേനിയത്തിന്റെ 235, ബാക്കി 238 എന്ന് പറയുന്നത് ഫ്യൂവൽ അല്ല.
അതിന് ആ ന്യൂക്ലിയർ റിയാക്ഷനിൽ പ്രത്യേകിച്ച് റോളും കാര്യമായി ഇല്ല. അവിടെ ചെയിൻ റിയാക്ഷൻ ഒക്കെ യുറേനിയം 235 ആണ് നടക്കുന്നത്. പക്ഷെ എന്തുണ്ടാവും അവിടെ? ഈ യുറേനിയം 238 കുറച്ചൊക്കെ എന്തായിട്ട് മാറും? പ്ലൂട്ടോണിയം ആയിട്ട് മാറും. ഈ പ്ലൂട്ടോണിയത്തെ റിക്കവർ ചെയ്യുക, സ്പെൻഡ് ഫ്യൂവലിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കുക. രാസമെത്തേഡ് മതി അത് ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കുക. അത് രണ്ടാമത്തെ സ്റ്റേജിന് ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അതാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടമാണ് ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തു എന്ന് വെച്ചാൽ അത് സസ്റ്റൈനബിൾ സ്റ്റേജിൽ എത്തി. നമുക്ക് ആ റിയാക്ഷൻ തുടർന്നു കൊണ്ടുപോകാം. ഇനി ഫ്യൂവൽ ഉള്ളിടത്തോളം കാലം ആ റിയാക്ടർ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. 24 hours, 7 days, 365 days അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അവിടെ നിന്ന് വരുന്നത്. റൈറ്റ്, ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തു. അതിന്റെ അവിടെ ഉണ്ടായ ഒരു ചെറിയൊരു സംഗതിയാണ് ഇത് ഈ ഹൈഡ്രജൻ ഉൽപാദനം എന്ന് പറയുന്നത്. അതും ഈ റിയാക്ടറുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല. ഇനി മൂന്നാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കണ്ടു? യുറേനിയം 238 പ്ലൂട്ടോണിയം ആക്കാവുന്നതുണ്ട്. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? തോറിയത്തിന്റെ കവറിങ് കൊടുത്താൽ, ലിക്വിഡ് സോഡിയം കറങ്ങുന്നുണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ് അത്. തോറിയത്തിന്റെ കവറിങ് കൊടുത്തു കഴിഞ്ഞാൽ തോറിയത്തെ എന്തായിട്ട് മാറ്റും? അത് യുറേനിയം 233 ആക്കും. മുൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യാം? ഇന്ധനമായി ഉപയോഗിക്കാം. അതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സ് ഉണ്ടാക്കുക. അതിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടം ഒരു ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ തോറിയം ഉപയോഗിച്ച് അവിടെ പ്രവർത്തനം ചെയ്യാം. തോറിയം നമ്മൾ ഓൾറെഡി ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. വളരെ മിനി റിയാക്ടറുകൾ എവിടെയുള്ള? ബാർക്കിലുള്ള ഗവേഷണ കേന്ദ്രത്തിലുള്ള അവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപാദനം, ഒരു മിനി വൈദ്യുതി ഉൽപാദനം എവിടെ കാമിനി എന്ന് പറഞ്ഞ റിയാക്ടറിൽ എവിടെ നടക്കുന്നുണ്ട്? ഈ കൽപ്പാക്കത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ആ ശേഷിയും ഒരു തരത്തിൽ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിനെ എന്ത് ചെയ്യാം? അതിലേക്ക് ഇറങ്ങാം, സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒരു വാർത്താ പ്രാധാന്യം വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് എന്തുമായി ബന്ധമില്ല. ബ്രീഡർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഉൽപാദനമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ 3 സ്റ്റേജസെ കുറിച്ച് ആ സമയത്ത് ഈ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തപ്പോൾ ഇറങ്ങിയ ഒരു കാർഡാണത്. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണങ്ങൾ, PFBR എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ അവര് വ്യക്തമാക്കി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ മൈൻഡ് സ്റ്റോൺ ഫോർ ഇന്ത്യ എന്നാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് ഹൈഡ്രജൻ ഉൽപാദനം അല്ല ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് എന്താണ് ഇതിന് ക്രിട്ടിക്കാലിറ്റി ഏപ്രിൽ അറ്റൈൻ ചെയ്തത്. ഹൈഡ്രജൻ ഉൽപാദനവും തീർച്ചയായും അതിലൊരു വലിയ കാൽവെപ്പായിരുന്നു എന്ന് പറയും. ഇനി ഹൈഡ്രജൻ ഉൽപാദനം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ കെമിക്കൽ സൈക്കിൾ. എന്താണ് ഈ കെമിക്കൽ സൈക്കിൾ എന്ന് നോക്കാം. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ചത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഗ്രീൻ എന്ന് വിളിക്കുന്നത് ഇത് ശരിയായ പ്രയോഗമല്ലെന്ന് നമ്മൾ കണ്ടുവല്ലോ. ഇതാണ് ഈ നടക്കുന്ന റിയാക്ഷന്റെ ഒരു ചിത്രമാണ്. ഇവിടെ നമ്മൾ കോപ്പറും HCl വാതകമാണ് വേണ്ടത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്, ആസിഡ് ഒഴിച്ചാൽ കോപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിന് റിയാക്ട് ചെയ്യില്ല. നല്ല ടെമ്പറേച്ചർ കൂടുതൽ ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലുള്ളത് വേറൊരു സ്റ്റെപ്പിൽ ഉപയോഗിക്കപ്പെടും. അന്തിമമായിട്ട് ഈ വാട്ടർ ഇതിലേക്ക് വരുന്നു, H2 പുറത്തേക്ക് വരുന്ന കാണിച്ചിട്ടുണ്ട്. ഓക്സിജനും പുറത്തേക്ക് വരും. അതാണ് പുറത്തേക്ക് പോകുന്നത്. H2 half O2 ഇത് രണ്ടും പുറത്തേക്ക് പോകും. ബാക്കി അതൊക്കെ ഒരു സ്റ്റെപ്പിലുള്ളത് മറ്റൊരു സ്റ്റെപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു 6 സ്റ്റെപ്പ് ഉള്ളതാണ്. ഇതിനെ കുറച്ചുകൂടി ലളിതമാക്കി, ഒരു തരത്തിൽ ലളിതമാക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തു എന്ന് പറയാം. അഡ്വാൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എല്ലാ റിയാക്ഷനും ഒന്നും പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു രീതിയിൽ ഒരു 4 സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന അത് ഗവേഷണങ്ങൾ നടക്കുന്നതാണ്. ഇതേക്കുറിച്ച് ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇത് വേറൊരു സീരിയ ഓക്സൈഡ് സൈക്കിളാണ്. ഇത് കോപ്പർ ക്ലോറൈഡ് ഹൈബ്രിഡ് സൈക്കിൾ ഒരു 4 സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാവുന്ന ഒരു മാർഗവും ചില ഗവേഷണങ്ങൾ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. അപ്പോ നമ്മൾ ഈ കണ്ട സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ സ്റ്റെപ്പുകളില് നമ്മള് ഈ ഫിഗർ നോക്കാം. ഒരു സ്റ്റെപ്പ് നടക്കുന്നത് 400-ല്, ഒരു സ്റ്റെപ്പ് നടക്കുന്നത് 500-ല്. പിന്നെ ഇത് ഡ്രൈയിങ് ഉണ്ട്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ കോപ്പർ ക്ലോറൈഡിന്റെ ഒരു സൊല്യൂഷൻ കിട്ടും, അതിനെ സോൾട്ട് ആക്കി എടുക്കണം, അത് ഡ്രൈ ചെയ്തെടുക്കണം. അത് 100 ഡിഗ്രി സെന്റിഗ്രേഡിന്റെ മുകളിലാണ് ഡ്രൈയിങ് നടക്കുന്നത്. ഇലക്ട്രോളിസിസ് ഒരു സ്റ്റെപ്പിൽ ഒരു ഇലക്ട്രോളിസിസ് ഉണ്ട്. CuCl2-നെ അല്പം വൈദ്യുതി കടത്തിവിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ 30 മുതൽ 70 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് ഈ റിയാക്ഷൻ നടക്കുന്ന. അപ്പൊ ഇതൊന്നും ഒരൊറ്റ ചേംബറിനകത്ത് നടക്കുന്നതല്ല.
ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ചേമ്പറിൽ സ്റ്റീം വരുന്നു, മറ്റടുത്ത് കോപ്പർ പൗഡറും മാർക്കറ്റിൽ നിന്ന് വാങ്ങി കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും കൊടുക്കുന്നു. മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഹൈഡ്രോക്ലോറിക് ആസിഡ് മതിയാവില്ല, ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം തന്നെ വേണം. അത് പിന്നെ അവിടെ പല തിരിമറികളും നടന്നെങ്കിൽ പോരുന്നോളൂ എന്നാണ്. അത് ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോ ഒരു അവയർനെസ് വീഡിയോ പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ പറയുന്ന രീതി ഉണ്ടല്ലോ, ഇതെന്തോ വളരെ നിസ്സാരമായി നടക്കുന്നത്, വളരെ നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഈ ഫിഗർ കാണിച്ചത്. ഇത്രയധികം മട്ടില് ആണ് നടക്കുന്നത്. ഓരോ റിയാക്ഷനും ഓരോ സ്ഥലത്ത് പല പല ടെമ്പറേച്ചർ റേഞ്ചിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ആ സ്റ്റീം സർക്കുലേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. 500 ആദ്യം ഇടുന്നിടത്തൊരു 500 കാണും, പിന്നെ 430ന്റെ ഭാഗത്തേക്കായിരിക്കും ആ സ്റ്റീം പോകുന്നത്. റിയാക്ഷന്റെ സ്റ്റെപ്പ് അങ്ങനെയല്ല, പിന്നെ 400ന്റെ ഭാഗത്തേക്ക് വരും. അപ്പൊ അതേ സ്റ്റീം ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ 70-ലൊക്കെ എന്ത് ചെയ്യണം, വീണ്ടും കൂൾ ചെയ്ത സംഗതിയാണ് വേണ്ടത്. 70 ഡിഗ്രിയിലൊക്കെ ആ മട്ടിലായിരിക്കണം അവിടെ ഫ്ലോ ചെയ്യേണ്ടുന്നത്. ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് സ്റ്റീം ആണെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ സംവിധാനം വേണം. അപ്പോൾ ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല, ഇതൊരു കോംപ്ലക്സ് ആയ ഒരു റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ എന്ത് വേണമെന്ന് നിർബന്ധമില്ല, അണോ റിയാക്ടർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്ത ഒരു കാര്യം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അണോ റിയാക്ടറിൽ എന്ത് ചെയ്യുകയാണ്, ഇതെടുത്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിൽ അറ്റൈൻ ചെയ്തു, അതൊരു നേട്ടമാണ്. പക്ഷേ ഈ റിയാക്ഷൻ ഇതിന് ഗവേഷണം കാനഡയിലും മറ്റു സ്ഥലത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് അണോ റിയാക്ടറിലല്ല, ഇത് ഉദ്ദേശിച്ചിരിക്കുന്ന വേസ്റ്റ് ഹീറ്റ് ഫ്രം ഇൻഡസ്ട്രി ഉപയോഗിക്കുക. വലിയ ബോയിലറും ഒക്കെ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഹീറ്റ്, നമ്മളിപ്പോ കാറിന്റെ കാര്യം തന്നെ എടുക്കാം, എക്സോസ് ഗ്യാസ് നല്ല ചൂടുള്ളതാണ്, അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വേസ്റ്റ് ഹീറ്റ് റിക്കവർ ചെയ്യുക. അപ്പൊ എക്സോസ് ഗ്യാസിനെ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഹീറ്റ് ചെയ്തോ അത് എന്തെങ്കിലും ഉപയുക്തമാക്കാൻ പറ്റുമോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അമ്മട്ടില് വലിയ വ്യവസായത്തില് നഷ്ടപ്പെടുന്ന ഹീറ്റ്, അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഹീറ്റ്, ഈ 400-500 ഡിഗ്രി സെന്റിഗ്രേഡ് ലോവർ ടെമ്പറേച്ചർ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗവേഷണം നടത്തുന്നത്. ആണവ റിയാക്ടറുകളിലും ഇങ്ങനെ വേസ്റ്റ് ഹീറ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ വേസ്റ്റ് ഹീറ്റ് അല്ല, നമ്മൾ റിയാക്ടറിൽ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇതില് ഈ ക്ലെയിം ഒക്കെ ധാരാളം വെച്ചു, പക്ഷെ അത് വളരെ മൗലികമായ ഒരു ചോദ്യമുണ്ട്. അല്ല, അവിടെ പറയുന്ന മറ്റു ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. 150 ലിറ്റർ ആണ് ഇപ്പോൾ പെർ അവർ ഉൽപ്പാദിപ്പിച്ചത്. അത് 3000 ലിറ്ററായി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ഇതിനടുത്ത് തന്നെ മറ്റൊരു കെമിക്കൽ പ്ലാന്റ് വെക്കുന്ന കാര്യമാണ്, അല്ലാതെ വേറെ റിയാക്ടർ വെക്കുന്ന കാര്യമല്ല. വെച്ചിട്ട് അവിടുന്ന് തന്നെ ഈ റിയാക്ടറിൽ നിന്ന് തന്നെ അപ്പൊ കുറച്ചുകൂടി സ്റ്റീം ഡൈവേർട്ട് ചെയ്ത്, കാരണം നമ്മുടെ ആ റിയാക്ടറിന്റെ പ്രധാന ഉദ്ദേശം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് ഒന്നാമത്തെ ഉദ്ദേശമാണ്. അത് കാരണം വൈദ്യുതി ഉൽപാദനം എത്ര കാര്യക്ഷമമായി നടക്കുക എന്നറിയണം. 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതിൽ കുറച്ച് കുറവ് വന്നാലും ഇത്തരം ഗവേഷണങ്ങൾ കൂടി നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ റിയാക്ടർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പല ഗവേഷണങ്ങളും അവിടെ നടത്താറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോ അതാണ് അതിന്റെ അത് 3000 ലിറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. 3-ാം സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 3-ാം സ്റ്റേജ് നമ്മൾ കണ്ടിട്ടൊന്നുമല്ല, തോറി ഉപയോഗിച്ച് റിയാക്ടർ ചെയ്യുന്നതിനാണ് 3-ാം സ്റ്റേജ് എന്ന് പറയുന്നത്. അതും പിന്നെ ഇതിലൊരു ശകലം കുറവ് വരുന്നതിന് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഓസ്ട്രേലിയ പോയി നരേന്ദ്രമോദി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ആ കുറവിനേക്കാൾ വളരെയധികം അവിടെ പിന്നെ അണവ ഊർജത്തെ കുറിച്ചിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ശാസ്ത്രീയമായ അത്ര കൃത്യതയില്ലായ്മ ഇവിടെയൊക്കെ കാണാം. കാരണം നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സംഗതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ വേണേൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എത്രയോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. എനിക്ക് ഇക്കാര്യത്തില് അതേക്കുറിച്ച് വീഡിയോയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തിനാണ് ഈ ആണവോർജത്തിൽ നിന്നുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഈ ഹീറ്റോ ഉപയോഗിച്ചിട്ട് അത് ഡൈവേർട്ട് ചെയ്തിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു റാഷണേൽ വേണ്ടേ? ഗവേഷണ പർപ്പസ് ഒക്കെ സമ്മതിച്ചു, എന്താണ് റാഷണേല്? വളരെ വീക്കായ ഒരു റാഷണേലാണ് അതിനുള്ളതെന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാല്, നമ്മള് ഈ ഹൈഡ്രജൻ ഇന്ധനം എന്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്, സോളാർ എനർജിയെ ഹൈഡ്രജനുമാക്കി മാറ്റേണ്ടി വരുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉപയോഗിച്ച്. അവിടെയും ഫ്യുവൽ സെല്ലാണ്, ഹൈഡ്രജൻ കത്തിച്ച് ഉള്ളത് വളരെ പ്രാഥമിക ഗവേഷണത്തിലാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല, അതുണ്ടെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ ഒരു സംഗതി കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കൺട്രോൾഡ് ആയിട്ട് അത് ചെയ്യുക ഇപ്പോഴും അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഫ്യുവൽ സെൽ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനത്തിൽ അതിൽ ഈ റിയാക്ഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ്. ഫ്യുവൽ സെല്ല് കൊണ്ട് നമ്മൾ ഇന്ത്യയിലും എന്ത് ചെയ്തു, ഒരു ട്രെയിൻ ഓടിച്ചു. പക്ഷെ ചെറിയ വാഹനത്തിലേക്ക് അത് വന്നിട്ടില്ല ഫ്യുവൽ സെൽ ഉപയോഗിക്കുന്നത്. ഫ്യുവൽ സെല്ലിന്റെ ഒരു സാങ്കേതികത വേറെയുണ്ട്, അതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സാങ്കേതികത തന്നെയാണ്. എന്തിനാണ് ഈ ഹൈഡ്രജനിലേക്ക് മാറുന്നത്? ഹൈഡ്രജന്റെ സ്റ്റോറേജ് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഈ ആണവോർജം? ഈ സോളാറിൽ നിന്നോ വിൻഡിൽ നിന്നോ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയൊരു റാഷണലുണ്ട്. സോളാർ നമുക്ക് പകലേ കിട്ടുള്ളൂ, രാത്രിയാണ് ഇതിന്റെ വൈദ്യുതിയുടെ ആവശ്യം കൂടുതലെങ്കിൽ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനെ
ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണ് ആ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? ഇനി ട്രാൻസ്പോർട്ടേഷന് അതൊരു കാര്യമാണ്. ട്രെയിനൊക്കെ പോകും, അവിടെ ഒരു പ്രശ്നമുണ്ട്. വൈദ്യുതി ലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ എന്തിനാണ് വൈദ്യുതി വണ്ടി ഓടിക്കാൻ ഈ ഫ്യൂവൽ സെല്ല്? ഈ ആണവ റിയാക്ടർ എവിടെയെങ്കിലും ഉണ്ടായ ലൈൻ പോലെ അവിടെ വൈദ്യുതി വന്നോളില്ലേ? പിന്നെ എന്തിനാണ് ഇതിന്റെ ആണവ റിയാക്ടറിന്റെ അവിടുന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കി ഫ്യൂവൽ സെൽ കാരണം ഓരോ സ്റ്റേജിലും ഇത് ഈ ആണവ റിയാക്ടറിൽ താപം ഉപയോഗിച്ച് ഇത് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ എഫിഷ്യൻസി 30 മുതൽ 50% വരെ ഉള്ളൂ ഈ കെമിക്കൽ സൈക്കിൾ ചെയ്യുന്നതിന്റെ. ബാക്കി താപം എന്ത് ഊർജം വേസ്റ്റ് ആണ് അവിടെ. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഫ്യൂവൽ സെല്ലിന് ഏറ്റവും എഫിഷ്യന്റ് ഫ്യൂവൽ സെല്ലിനും എത്ര 70-80% താഴെ 70% അതിന്റെ എഫിഷ്യൻസി. അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്തിനാണ് ഈ രണ്ട് നഷ്ടമൊക്കെ സഹിച്ചിട്ട് ഇതിനെ നേരിട്ടങ്ങ് വൈദ്യുതിയാക്കി ലൈനിൽ ഉപയോഗിച്ചാൽ പോരെ? ചെറിയ വെഹിക്കിളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമാണല്ലോ. അവിടെയാണല്ലോ ഫോസിൽ ഫ്യൂവൽ കത്തുന്നത്. അത് ഹൈഡ്രജൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ സമയത്ത്. പിന്നെ റിമോട്ടായ സ്ഥലത്ത് എത്തും ഇത് ഹൈഡ്രജൻ ഒരു പ്രോമിസിംഗ് ആയ കാര്യമാണ്. അപ്പൊ ഹൈഡ്രജൻ ശരിക്ക് ആകണമെങ്കിൽ നമുക്ക് ആണവോർജ്ജം ഉപയോഗിക്കുകയാണെങ്കിൽ ആണവോർജ്ജം പരമാവധി അത് നേരിട്ടങ്ങ് ഉപയോഗിക്കുക, അത് വൈദ്യുതിയാക്കി അങ്ങ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആവും അതിന്റെ ഏറ്റവും കരണീയമായ മാർഗം. അപ്പോൾ ഇത് റിസർച്ചിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഭാവിയിൽ ഈ ആണവോർജ്ജം ഉപയോഗിച്ചത് ഉണ്ടാക്കാമെന്ന് നമ്മുടെ ആറ്റോമിക് എനർജി വകുപ്പ് ക്ലെയിം ചെയ്താലും അത് ചെറിയ തോതിലൊക്കെ ഉപയോഗിക്കാം ഈ പറഞ്ഞതുപോലെ. അല്ലാതെ അതൊരു മണ്ടത്തരമായിരിക്കും എന്നുള്ളതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വൻതോതിൽ നമ്മൾ രവിചന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ടർ ഉണ്ടാക്കി അതിൽ നിന്ന് ഹൈഡ്രജനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. ഈ കറണ്ട് ഉത്പാദിപ്പിച്ചെങ്കിൽ അതിന് വിട്ടാൽ പോരെ? എന്തിനാണിത്? സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ വേറെ, വിൻഡിൽ നിന്ന് ഉത്പാദിപ്പിക്കും അത് വേറെ. കാരണം അത് ആ വിൻഡ് ഉള്ളപ്പോഴേ കിട്ടൂ, സോളാർ ഉള്ളപ്പോഴേ കിട്ടൂ. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ബാറ്ററിയാണ് ഉള്ളത്. ബാറ്ററിയിൽ സ്റ്റോറേജിന് വേറെ ഒരു 100,000 പ്രശ്നം. അപ്പൊ നമുക്കിത് ഉപയോഗിക്കാം. അതാണ് അതിന്റെ ഒരു കാര്യം. ഇനി ഇത് രവിചന്ദ്രന്റെ തേർഡ് സ്റ്റേജിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനു വേണ്ടി മാത്രം റിയാക്ടർ അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രം ലോകത്ത് എവിടെയും റിയാക്ടർ ഉണ്ടാക്കി ആരും വെക്കുന്ന മണ്ടത്തരം കാണിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോ എനിക്ക് ഈ പ്രചരണത്തിനൊന്നും എതിരഭിപ്രായമില്ല അദ്ദേഹത്തിന്റെ. പക്ഷെ ഒരു കൂട്ടരെ കുറിച്ച് എനിക്ക് അല്പം സഹതാപമുണ്ട്. ഇത് സയൻസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവരെ കുറിച്ച് അല്പം സഹതാപം ഉണ്ടെന്ന് മാത്രം പറയും. ഓക്കെ, താങ്ക് യു, ബൈ.